സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ നമുക്കൊരു ആലുവേര ഷെയ്ക്ക് അല്ലെങ്കിൽ കറ്റാർവായ നമുക്കിവിടെ വീട്ടിൽ നിൽപ്പുണ്ട്. അത് നമുക്കൊന്ന് ഷെയ്ക്ക് അടിച്ചാലെന്നാലോചിക്കുക. ഹിന്ദി യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ, ഞങ്ങളൊരു ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്തി. അതിഗംഭീരമാണ്, നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വാനില എസൻസൊക്കെ ചേർത്ത് ഓരോ ടേസ്റ്റിലുള്ള ഫ്ലേവറൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അത് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന നമ്മൾ ഷാർജ ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു മോഡലിലുള്ള സാധാണ് ചെയ്തേക്കുന്നത്. അത് എന്താണേലും ഒരു കാരണവശാലും അതിൻ്റെ കയ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്താണേലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുളസിയൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് എൻ്റെ ചെറിയൊരു മുന്തിരിയൊക്കെ നിൽപ്പുണ്ട്. മുന്തിരിയൊന്നും കിളുത്ത് കയറി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 2-3 എണ്ണം കൊണ്ട് വെച്ചതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ നല്ലൊരു വൃത്തിയുള്ള ഒരെണ്ണം എടുക്കാം. ഇതെടുത്തേക്കാം. അലുവേര എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാമല്ലോ, മറ്റ് എണ്ണ കാച്ചാനും തലമുടി ഒക്കെ നല്ല ഇടതൂർന്ന രീതിയിൽ കിളുക്കാനൊക്കെ എല്ലാം ഏറ്റവും നല്ല അത്യുത്തമമായിട്ടുള്ള ഒരു ആയുർവേദ മെഡിസിനാണ് ആലുവേര. ഇതിനൊരു മഞ്ഞ കളറൊക്കെ ഇങ്ങനെ വരും. ഈ മഞ്ഞ ഇത് നമുക്ക് പോകണം, ഇതാണ് കയ്പ്പ്, ഇതിൻ്റെ മഞ്ഞ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കളയാനുള്ള മാർഗ്ഗം നമുക്ക് നേരെ വെട്ടി മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിനകത്തൊരു 5 മിനിറ്റ് ഇടണം. അപ്പോൾ നേരെ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ആദ്യമേ നമ്മൾ ഇതിൻ്റെ സൈഡൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ 2 സൈഡ് നമുക്ക് ആ പൾപ്പ് എടുക്കാവുന്ന രീതിയിലുള്ള 2 സൈഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ച് മാറ്റണം. അവിടെ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്, ഈ മുള്ളുള്ള സൈഡ് ഇങ്ങനെ ഒന്ന് കളഞ്ഞേക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡും കളഞ്ഞു. ഇതാണ് നമുക്ക് പൾപ്പ് എടുക്കാൻ എളുപ്പമുണ്ട്, അതിൻ്റെ ആ ഉള്ളിലത്തെ ജെല്ലിയെ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഒരു ഒറ്റ ഒരു ഇത് മതി, ഒരു ഇതൾ മതി നമുക്ക് വീട്ടാവശ്യത്തിന്. ഒരു 2-3 പേർക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാനുള്ള ഷെയ്ക്കൊക്കെ എടുക്കാൻ ഇത് മതി. സാധാരണ ചിന്തിക്കും ആലുവേര അല്ലെങ്കിൽ കറ്റാർവാഴ ഭയങ്കര കയ്പല്ലേ, അത് നമുക്ക് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ചിന്തിക്കും. പക്ഷേ ഇതൊന്നും ഒരു കുഴപ്പമില്ല, ആയുർവേദമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പും കാണത്തില്ല. കാരണം നമ്മൾ കടയിൽ ചെന്നിട്ട് ഫ്രഷ് ലൈമൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് നാരങ്ങ ഫുള്ള് ഒന്നിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ആ കയ്പ് അനുഭവപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെള്ളത്തിനകത്ത് മുക്കിയിട്ടേക്കാം, അതിൻ്റെ കറയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പരിപാടിയിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ആദ്യമേ ഇതിൻ്റെ ഈ ബാക്ക് വശത്തുള്ള ഇതൊന്ന് നമുക്ക് ചെത്തി അങ്ങോട്ട് മാറ്റണം. ഇത് ഇങ്ങനെ അങ്ങോട്ട് ഊരി അങ്ങോട്ട് കളഞ്ഞാൽ മതി. വരുന്നില്ലാത്ത ഒന്നുകൂടെ ഒന്ന് കത്തി കൊണ്ട് കണ്ടിച്ച് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ജെല്ലിയായിട്ടുള്ള ആ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ ചിലതങ്ങ് കീറിപ്പോവും. സ്പൂണാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഓരോ ജെല്ലിയായിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണത്തിൻ്റെയും കൂടെ എടുക്കണം. സ്പൂണാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഒരു കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് നമുക്ക് കണ്ടോ, സ്പൂണ് വെച്ചാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ, പെട്ടെന്ന് അങ്ങ് നമുക്ക് ആ ജെല്ലി എടുക്കാൻ പറ്റും. അങ്ങനെ 2 സൈഡ് നമ്മൾ അത് ഇച്ചിരി കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയതാണ്. ഇങ്ങനെ ഊരി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട്. ഇതൊക്കെ ഈ ഷെയ്ക്ക് അടിക്കുന്ന കടയിലോ അല്ലെങ്കിൽ നമുക്ക് ടൗണിലൊക്കെ പോയിട്ട് കടകളിൽ പോയിട്ട് ആലുവേര ഷെയ്ക്ക് വേണം അല്ലെങ്കിൽ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കാരണം ഇത് ഇതിൻ്റെ ജെല്ലി എടുക്കാൻ ഇച്ചിരി നമുക്ക് സമയം ബുദ്ധിമുട്ടുണ്ട്, അതേ ഉള്ളൂ. നമ്മൾ എടുത്തു വെച്ച ആലുവേര അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലി നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 2-3 പേർക്കൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ടു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തതിൻ്റെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം, ഐസ് ക്യൂബ്സ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഫ്രഷ് പാൽ തന്നെയാണ്.
അപ്പം അത് തിളപ്പിച്ച് ഊറ്റുമൊന്നും വേണ്ട, ആ പാല് തന്നെ നമ്മൾ ഷേക്ക് അടിക്കുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ പാല് ഒഴിച്ചു. അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ശകലം ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. ബൂസ്റ്റ് മുകളിൽ ഇട്ട് കൊടുത്താലും നല്ലതാണ്. അവസാനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ തന്നെ ഇടുകയാണ്. നമുക്ക് വേറൊരു വെറൈറ്റി ആകട്ടെ എന്ന് വെച്ചിട്ട് ബൂസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. തണുത്ത വെള്ളം തന്നെ ഒഴിക്കും നല്ലത്. അടുത്ത് നമ്മൾ ആവശ്യത്തിന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. തണുത്ത വെള്ളം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. സാധാ വെള്ളം ഐസ് ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്കിതൊന്ന് നേരെ അടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മുടെ ഷേക്കെന്ന്. ഇനിയിപ്പോൾ ശകലം ഈ പുതിനയുടെ ഇലയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ വേറെ വെറൈറ്റി സ്റ്റൈലാകും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓരോരുത്തർ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ട്. നമുക്കിതിപ്പം ഒരു ഷാർജ ഷേക്കിൻ്റെ ഒരു മോഡൽ നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. ഷേക്ക് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഒരിക്കലും ഈ കറ്റാർ വാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയണ്ട. ഷേക്കോ അല്ലെങ്കിൽ ഷാർജ ഷേക്കോ കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഇതിനുണ്ട്. 100% ഗ്യാരണ്ടിയാണ്. ആയുർവേദമാണ്, ശരീരത്തിന് നല്ലതാണ്. തലമുടി കാര്യങ്ങളൊക്കെ എല്ലാം വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് കറ്റാർ വാഴ, അറിയാമല്ലോ. അപ്പോൾ പരീക്ഷിക്കുക. ഓക്കെ, വീണ്ടും കാണാം.